ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ 5ാം ഭാഗമാണ് ഈ വീഡിയോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി. ശേഷം വാർദ്ധക്യ കാലഘട്ടത്തിൽ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതിന് ശേഷം ഇസ്മായിൽ എന്ന പൊന്നോമന പുത്രനെയും ഹാജറ ബീവിയെയും മനുഷ്യവാസമില്ലാത്ത മരുഭൂമിയിൽ കാബ ഷരീഫിന്റെ ഭാഗത്ത് കൊണ്ടുപോയി പാർപ്പിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന. അവരെ അവിടെ ഇട്ടേച്ചു പോകുന്ന അവസ്ഥ. അവിടെയും ആ പുത്രനെയും ഉമ്മയെയും അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. സംസം വെള്ളം അവർക്ക് ജീവിക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പോലെ തന്നെ പഴങ്ങളും മറ്റും ലഭിക്കുന്നു. പിന്നീടതാ ആ കുഞ്ഞിനെ അറുക്കാൻ ബലി നൽകാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന. കുഞ്ഞിനെയും കൂട്ടി അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അവസ്ഥ. മാത്രമല്ല ആ കുഞ്ഞ് അറിഞ്ഞിരിക്കുന്നു തന്നെ അറുക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന്. ആ ഒരു പിതാവിന്റെയും പുത്രന്റെയും മാനസികാവസ്ഥ എന്തായിരിക്കും? അവിടെയും അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ ഭാഗമായി പകരം ഒരു ആണിനെ അറുക്കുന്നു. ബലി പെരുന്നാൾ, ഹജ്ജ് എല്ലാം നമ്മെ ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നീട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിച്ചതിന് ശേഷം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ പോലും കാണാതെ തന്റെ ഭാര്യയെ കണ്ട് മടങ്ങുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. നമുക്ക് ആ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കാം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ 5ാം ഭാഗമായ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. മിനായിലെ മലഞ്ചെരുവിൽ വെച്ചാണ് ബലി നടക്കേണ്ടത്. അവിടെയാണ് കർമ്മം നടക്കേണ്ടത്. പിതാവിനോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന അത് നടക്കണം. ഞാൻ അതിന് തടസ്സമായി കൂടാ. അതാണ് മകന്റെ ചിന്ത. തന്റെ കഴുത്തിൽ ഉപ്പ കത്തിവെക്കട്ടെ, അറുക്കട്ടെ, അറവ് വേഗത്തിൽ പൂർത്തിയാക്കണം. തന്റെ മുഖം കാണുമ്പോൾ ഉപ്പ പതറിപ്പോകുമോ? പതറരുത്. ഉപ്പ മുഖം കാണരുത്. കമിഴ്ന്ന് കിടക്കാം. അപ്പോൾ മുഖം കാണില്ല. ധൈര്യമായി അറുക്കാം. അറുക്കാൻ തുടങ്ങിയാൽ നല്ല വേദനയായിരിക്കും. കാലുകൾ ചലിപ്പിക്കും. അത് കാണുമ്പോൾ ഉപ്പ വേദനിക്കും. അത് വേണ്ട. കയറുകൊണ്ട് കാലുകൾ നന്നായി ബന്ധിക്കട്ടെ. അനങ്ങാൻ കഴിയാത്ത വിധം കെട്ടിക്കൊള്ളട്ടെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. പരീക്ഷണത്തിന്റെ നിമിഷങ്ങൾ സമാഗതമായി. മൂർച്ചയേറിയ കത്തി ഉപ്പ കയ്യിലെടുത്തു. പുത്രന്റെ കഴുത്തിൽ വെച്ചു. ശക്തിയായി അമർത്തി അറവ് തുടങ്ങി. കഴുത്ത് മുറിയുന്നില്ല, തൊലി പൊട്ടുന്നില്ല. എന്തു പറ്റി? താൻ പതറിപ്പോയോ? കത്തി ബലമായി താഴ്ത്താൻ കഴിയുന്നില്ല. പതറരുത്, ദുർബലനാവരുത്. അറവ് നടക്കണം. പരീക്ഷണത്തിൽ വിജയിക്കണം. പൂർവാധികം ശക്തിയോടെ അറവ് തുടങ്ങി. കഴുത്ത് മുറിയുന്നില്ല. എന്തൊരവസ്ഥയാണിത്? അപ്പോൾ ഒരു വിളിയാളമുണ്ടായി. യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വിളിയാളം. പണ്ട് അഗ്നിയിൽ എറിയപ്പെട്ടപ്പോഴേക്കും അതുപോലെ സംഭവിച്ചു. തീ കരിച്ചില്ല, അത് ശീതളമായി അനുഭവപ്പെട്ടു. പുത്രനെ ബലിയെറുക്കാൻ സ്വപ്ന ദർശനമുണ്ടായി. ബലിയെറുത്ത കത്തിക്ക് മൂർച്ചയുണ്ട്. മൂർച്ചയുള്ള കത്തി മുറിപ്പാടുണ്ടാക്കും. ഇവിടെ മൂർച്ചയുണ്ടായിട്ടും മുറി വന്നില്ല. തീ പൊള്ളാത്തതുപോലെ ദൃഢവിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തും. അതിൻ്റെ എക്കാലത്തെയും ഉദാഹരണങ്ങളായി അള്ളാഹു ഈ സംഭവങ്ങൾ വെച്ചു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ഒരു പേര് കിട്ടി, അള്ളാഹുവിൻ്റെ ബലി, ദബീഹുല്ലാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരീക്ഷണത്തിൽ വിജയിച്ചു. മകനെ ബലിയിറക്കാനുള്ള കൽപ്പന നിറവേറ്റി. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു. ഒരു ആടിനെ കൊണ്ടുവരുന്നു. തടിച്ചു കൊഴുത്ത ആട്. ഇത് സംബന്ധമായി നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം: ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുത്രനെ ഭൂമിയിൽ കിടത്തി. പുത്രന്റെ മുഖം ശരിക്ക് കാണാൻ കഴിയാത്ത വിധം കീഴ്പോട്ട് ചരിച്ചാണ് കിടത്തിയത്. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഉപ്പാ, എൻ്റെ കൈയും കാലും ബന്ധിക്കുക. അങ്ങ് എൻ്റെ കഴുത്തറക്കുമ്പോൾ ഞാൻ അറിയാതെ കൈക്കാലുകൾ ഇളക്കിയേക്കാം. എൻ്റെ ഉടുപ്പ് ഊരി മാറ്റുക.
അതിൽ രക്തം പുളരരുത്. തൻ്റെ ഉടുപ്പിൽ രക്തം കണ്ടാൽ ഉമ്മാക്ക് സങ്കടം വരും. ഉമ്മാക്ക് എൻ്റെ സലാം പറയണം, ഈ ഉടുപ്പും നൽകണം. മോന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഉമ്മ അത് സൂക്ഷിക്കും. കത്തിക്ക് നല്ലതുപോലെ മൂർച്ച കൂട്ടണം. വേഗത്തിൽ അറവ് പൂർത്തിയാക്കണം. അറവ് തുടങ്ങി മുറിഞ്ഞില്ല. അപ്പോൾ ഒരു ശബ്ദം മുഴങ്ങി കേട്ടു, ഓ ഇബ്രാഹിം, നീ സ്വപ്നം സാക്ഷാത്കരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. കൂടെ തടിച്ചു കൊഴുത്ത ആട്. ആദം നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ ഹാബീൽ പണ്ട് ഒരു ആടിനെ കുർബാൻ നടത്തിയിരുന്നു. ആ ആടിനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നത് എന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിവാഹത്തെ ചൊല്ലി തർക്കം വന്നു. തുടർന്നാണ് കുർബാൻ നടന്നത്. കാബീലും ഹാബീലും തമ്മിലായിരുന്നു തർക്കം. ഹവ്വ റളിയല്ലാഹു അൻഹാ ഇരട്ടകളെ പ്രസവിച്ചിരുന്നു. ഒരു പ്രസവത്തിലെ ആൺകുട്ടി മറ്റൊരു പ്രസവത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. അതാണ് നിയമം. കാബീലിന്റെ കൂടെ പ്രസവിക്കപ്പെട്ട ഇക്ലിമയെ ഹാബീൽ വിവാഹം ചെയ്യണം. ഹാബീലിന്റെ കൂടെ ജനിച്ച ലബൂദയെ കാബീലും വിവാഹം ചെയ്യണം. കാബീൽ അതിന് തയ്യാറായില്ല. കാബീലിന് സുന്ദരിയായ ഇക്ലിമയെ തന്നെ വേണം. തർക്കമായി. കുർബാൻ നടത്താൻ തീരുമാനമായി. ആരുടെ കുർബാൻ സ്വീകരിക്കപ്പെടുമോ അയാൾ ഇക്ലിമയെ വിവാഹം ചെയ്യും. ഒരു മലഞ്ചെരുവിലാണ് കുർബാൻ നടക്കുക. ഹാബീൽ ഒരാടിനെ മലയിൽ വിട്ടു. കാബീൽ ഒരു പിടി വൈക്കോൽ വെച്ചു. സ്വീകരിക്കപ്പെട്ട കുർബാൻ ഉയർന്നു പോവും. ഹാബീലിന്റെ കുർബാൻ സ്വീകരിക്കപ്പെട്ടു. ആടിനെ ഉയർത്തിക്കൊണ്ടുപോയി. കാബീലിന്റെ കുർബാൻ തള്ളപ്പെട്ടു. കാബീൽ അസൂയ കൊണ്ട് പുകഞ്ഞു. പക വളർന്നു. ഒരു ദിവസം വലിയ കല്ലുകൊണ്ട് ഹാബീലിന്റെ തലക്കടിച്ചു കൊന്നു. ഭൂമിയിൽ ആദ്യത്തെ കൊല നടന്നു. ഹാബീൽ കുർബാൻ നടത്തിയ ആട്, അതിനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നത് എന്ന് ഒരു അഭിപ്രായം നിലവിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആട് എന്നാണ് ചിലരുടെ പരാമർശം. 40 വർഷം മേഞ്ഞു നടന്ന് തടിച്ചു കൊഴുത്ത ആട് എന്ന് മറ്റൊരഭിപ്രായം. ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന ആടിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബലിയറുത്തു. മക്കയിലെ താമസക്കാർക്ക് മാംസം കിട്ടി. സംഭവം വളരെ പ്രസിദ്ധമായി തീർന്നു. ആടിന്റെ കൊമ്പുകൾ സൂക്ഷിക്കപ്പെട്ടു. കഅബ ഷരീഫിൽ കൊമ്പുകൾ വളരെ കാലം സൂക്ഷിക്കപ്പെട്ടിരുന്നുവെന്ന് രേഖകളിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ 37-ാം അധ്യായത്തിൽ 103 മുതൽ 110 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നു, അങ്ങനെ രണ്ടുപേരും കൽപ്പനയ്ക്ക് കീഴടങ്ങുകയും അദ്ദേഹം കുട്ടിയെ ചരിച്ചു കിടത്തുകയും ചെയ്തപ്പോൾ നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഓ ഇബ്രാഹിം, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. നിശ്ചയമായും ഇപ്രകാരം സുഹൃതന്മാർക്ക് നാം പ്രതിഫലം കൊടുക്കും. തീർച്ചയായും ഇത് സ്പഷ്ടമായ ഒരു പരീക്ഷണം തന്നെയാണ്. മഹത്തായ ഒരു ബലിമൃഗത്തെ കൊണ്ട് അവന് പകരം നാം പ്രായശ്ചിത്തം കൊടുക്കുകയും ചെയ്തു. പിൻതലമുറകളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രശംസ നാം നിലനിർത്തുകയും ചെയ്തു. ഇബ്രാഹിമിന്റെ മേൽ സലാം ഉണ്ടായിരിക്കും. തീർച്ചയായും അപ്രകാരം നാം സുഹൃതന്മാർക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നിശ്ചയദാർഢ്യത്തെ അള്ളാഹു പ്രശംസിച്ചിരിക്കുന്നു. എന്തൊരു ത്യാഗത്തിനാണ് സന്നദ്ധനായത്. ലോകം ആ ത്യാഗം മറക്കാൻ പാടില്ല. അന്ത്യനാൾ വരെ ആ ത്യാഗം ഓർമ്മിക്കപ്പെടണം, സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടണം. അതിനുവേണ്ടി അള്ളാഹു ഈ സംഭവം വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിച്ചു. പിൽക്കാല തലമുറക്കാരിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തിയ കാര്യം എടുത്തു പറയുകയും ചെയ്തു. നിസ്കരിക്കുമ്പോൾ അത്തഹിയ്യാത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പല തവണ എടുത്തു പറയുന്നു. റബ്ബ് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ മിക്കതും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും അനുസ്മരിക്കപ്പെടുന്നുണ്ട്. എത്ര സമുന്നതമായ രീതിയിൽ അള്ളാഹു ആ സ്മരണ നിലനിർത്തിയിരിക്കുന്നു എന്നോർത്തു നോക്കുക. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ കൊല്ലത്തിൽ 2 പെരുന്നാളുകൾ ആഘോഷിക്കുന്നുണ്ട്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. വലിയ പെരുന്നാളിനെ ബലി പെരുന്നാൾ എന്ന് വിളിക്കുന്നു. ഈദുൽ അൽഹ. അന്ന് മുസ്ലിങ്ങൾ മൃഗത്തെ ബലിയറുക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രനെ ബലിയറുത്തതിന്റെ സ്മരണ ഉയർത്തുന്ന കർമ്മമാണിത്. ഇസ്മായിലിന് പകരം അറുക്കാൻ ആടിനെ കൊണ്ടുവന്ന് കൊടുത്തത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ആകുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആടിനെ അറുക്കാൻ തുടങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം തക്ബീർ ചൊല്ലി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. പിതാവിന് പിന്നാലെ ഇസ്മായിൽ ഇങ്ങനെ ചൊല്ലി, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാൾ ദിവസങ്ങളിൽ ലോകമെങ്ങും തക്ബീർ മുഴങ്ങുന്നു. 10-ന് ജംറത്തുൽ അഖബയിൽ 7 കല്ലുകൾ എറിയുന്നു. ദുൽഹജ്ജ് 11-നും 12-നും 13-നും 3 ജംറകളിലും എറിയണം. ജംറത്തുൽ ഊലായിൽ ആദ്യം 7 കല്ലെറിയും.
പിന്നെ ജംറത്തുൽ വുസ്തായിൽ 7 കല്ലെറിയും. അവസാനം ജംറത്തുൽ അഖബയിൽ 7 കല്ലെറിയും. ചില ഹാജിമാർ ദുൽഹജ്ജ് 12-ന് എറിയൽ മതിയാക്കി മടങ്ങിപ്പോകും. ജംറകളിലെ ഏറ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർമ്മിക്കുന്നുണ്ട്. സഫാ മർവക്കിടയിലെ സയ്യ് ഹാജർ റളിയല്ലാഹുവിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഓർമ്മിപ്പിക്കുന്നു. ജുർഹും ഗോത്രം, ആ ഗോത്രത്തിലെ നിരവധി കുടുംബങ്ങൾ മക്കയിൽ താമസിക്കുന്നു. ഒരു ഗോത്ര തലവന്റെ പേരാണ് ജുർഹൂം. അദ്ദേഹത്തിന്റെ സന്താന പരമ്പര ജുർഹൂം ഗോത്രം എന്ന പേരിൽ അറിയപ്പെട്ടു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രനാണ് സാം. സാമിന്റെ സന്താന പരമ്പരയിലാണ് ജുർഹൂം ജനിച്ചത്. ഈ പരമ്പര ഇങ്ങനെയാകുന്നു: നൂഹ് നബി അലൈഹി ഇസ്ലാം, സാം, സമക്സർ, സാലം, അൻതർ, ബഹ്താൻ, ജുർഹൂം. ജുർഹൂം ഗോത്രക്കാരുടെ ഭാഷ അറബിയായിരുന്നു. മക്കയിൽ താമസമാക്കിയ കുടുംബങ്ങൾ അറബി സംസാരിച്ചു. അവരിൽ നിന്നും ഹാജർ റളിയല്ലാഹു അൻഹു പുത്രനും അറബി സംസാരിക്കാൻ പഠിച്ചു. ജുർഹൂം കുട്ടികൾ, അവരാണ് ഇസ്മായിലിന്റെ കളിക്കൂട്ടുകാർ. മരുഭൂമിയിൽ ഓടിക്കളിക്കും, സഫയിലും മർവയിലും കയറും, ദൂരെ ദിക്കുകളിലെ കാഴ്ചകൾ കാണും. ദൂരെ കച്ചവട സംഘങ്ങൾ പോകുന്നത് കണ്ടാൽ മനസ്സിൽ ആഹ്ലാദം നിറയും. മരുഭൂമിയിലെ സായാഹ്നങ്ങൾ, പടിഞ്ഞാറൻ മലകൾക്ക് പിന്നിലേക്ക് സൂര്യൻ ഇറങ്ങിപ്പോകും. അതോടെ താഴ്വരയിൽ നേർത്ത ഇരുൾ പരക്കും. പിന്നെ ഇരുട്ടിന് കട്ടി കൂടി വരും. പടിഞ്ഞാറൻ മലകൾക്കപ്പുറത്ത് ആകാശത്ത് കുറച്ചു നേരം വെളിച്ചം കാണാം. അത് മാഞ്ഞാൽ രാത്രിയുടെ വരവായി. കുട്ടികൾ അബൂ ഖുബൈസ് മലയിൽ കയറും. അതൊക്കെ ബാല്യദശയിലെ കൗതുകങ്ങൾ. പടിഞ്ഞാറൻ ചക്രവാളത്തിലെ ചെഞ്ചോപ്പ് മാഞ്ഞാൽ ഇരുട്ടിന്റെ ആധിപത്യമായി. കാഫിലക്കാർ കൊണ്ടുവരുന്ന എണ്ണയുണ്ടെങ്കിലേ വിളക്ക് കത്തിക്കാൻ പറ്റുകയുള്ളൂ. വിലപിടിപ്പുള്ള വസ്തുവാണ് എണ്ണ. പല കുടുംബത്തിലും എണ്ണ കാണാനില്ല. രാത്രിയിലെ ആഹാരം സന്ധ്യയ്ക്ക് മുമ്പേ കഴിക്കും. അതാണ് പതിവ്. കാഫിലക്കാർ വല്ലപ്പോഴും കൊണ്ടുവരുന്ന ധാന്യക്കെട്ടിൽ നിന്നും ഹാജറാക്ക് കുറച്ച് കിട്ടിയാലായി. അത് പൊടിച്ച് മാവുണ്ടാക്കി ഇസ്മായിലിന് റൊട്ടി ചുട്ടുകൊടുക്കും. മകൻ സ്വാദോടെ കഴിക്കും. ഉമ്മ നിർവൃതിയോടെ നോക്കി നിൽക്കും. പഴവർഗ്ഗങ്ങളാണ് പ്രധാന ആഹാരം. സംസം വെള്ളവും ഇടക്ക് ഇറച്ചിയും. മോൻ നല്ല ആരോഗ്യവാനായി വളർന്നു വന്നു. 14 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ മോൻ ശക്തനായ യുവാവായി തീർന്നു. ജുർഹൂം ഗോത്രത്തിലെ ഒരു നേതാവാണ് സഅദ് ബിൻ ഉസാമ. അദ്ദേഹത്തിനൊരു മകളുണ്ട്, പേര് ഉമാറത്ത്. സഅദിന്റെ മനസ്സിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നല്ല മതിപ്പാണ്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, നല്ല സ്വഭാവം, നല്ല സംസാര രീതി. ഇസ്മായിലിനെ തൻ്റെ മകൾക്ക് ഭർത്താവായി കിട്ടിയാൽ കൊള്ളാം. അതാണ് സഅദിന്റെ ചിന്ത. മകൾ ഉമാറയോട് സഅദ് വിവരം പറഞ്ഞു. അവൾക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പക്ഷേ ബാപ്പാക്ക് നിർബന്ധം. ബാപ്പ നിർബന്ധിച്ചു. മകൾ സമ്മതിക്കേണ്ടി വന്നു. മനമില്ലാത്ത സമ്മതം. വേണ്ടപ്പെട്ട എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി. ആചാരപ്രകാരം വിവാഹം നടന്നു. ഉമാറ നല്ലവനായ ഇസ്മായിലിന്റെ ഭാര്യയായി. ഉമ്മക്കും മകനും മാത്രമുള്ള ലോകത്തേക്ക് ഉമാറ വരുന്നു. പൊരുത്തക്കേടുകൾ നിറഞ്ഞതായിരുന്നു ആ ജീവിതം. ഭർത്താവ് ഭാര്യയെ നന്നായി സ്നേഹിച്ചു. ഭാര്യയ്ക്ക് അതേ അളവിൽ സ്നേഹം തിരിച്ചു കൊടുക്കാനായില്ല. ഒരു ദിവസം ആ വീട്ടിൽ ഒരു വിരുന്നുകാരനെത്തി. ഒരു വൃദ്ധൻ. പുതിയ പെണ്ണിനെ ആളെ മനസ്സിലായില്ല. നീ ഇസ്മായിലിന്റെ ഭാര്യയാണോ? അതെ. അവൻ എവിടെ പോയി? പുറത്തുപോയി. വേട്ടയാടാനാവും. നിങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? സന്തോഷമാണോ? എന്ത് സന്തോഷം? കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാണ്. പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതം, അവൾ പറഞ്ഞു. കുറച്ചു നേരം അവർ സംഭാഷണം നടത്തി. കാര്യങ്ങൾ മനസ്സിലാക്കി. ഗോത്രത്തലവന്റെ വീട്ടിലെ സൗകര്യങ്ങളൊന്നും ഈ വീട്ടിൽ കാണില്ല. പൊരുത്തപ്പെട്ടു പോവാൻ ഇവർക്ക് കഴിയുന്നുമില്ല. പോവാൻ നേരത്ത് വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞു: നിന്റെ ഭർത്താവ് വന്നാൽ എൻ്റെ സലാം പറയുക, കട്ടിലപ്പടി മാറ്റിവെക്കണമെന്നും പറയുക. വൃദ്ധൻ സ്ഥലം വിട്ടു. ഉമാറ നോക്കി നിന്നു. വൈകുന്നേരമായി. ഇസ്മായിൽ അലൈഹി ഇസ്ലാം വീട്ടിൽ വന്നു കയറി. ആരോ വന്നുപോയ പ്രതീതി. ഉമാറ, ഇവിടെ ആരെങ്കിലും വന്നിരുന്നുവോ? ആ, വന്നിരുന്നു. ആര്? ഒരു വൃദ്ധൻ. എന്നിട്ട് അദ്ദേഹം എവിടെ പോയി? വല്ലതും പറഞ്ഞിട്ടാണോ പോയത്? നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, കട്ടിലപ്പടി മാറ്റിവെക്കണമെന്നും പറഞ്ഞു. വൃദ്ധന്റെ രൂപം പറഞ്ഞു കൊടുത്തു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് കാര്യങ്ങൾ ബോധ്യമായി. വന്നത് തൻ്റെ പിതാവാണ്. കട്ടിലപ്പടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ പിടികിട്ടി. ഈ ഭാര്യയ്ക്ക് നിനക്ക് ചേർന്നവളല്ല, ഒഴിവാക്കണം. അതാണ് സൂചന. ഭർത്താവിൽ നിന്നും ഭാര്യ വിവരങ്ങൾ അറിഞ്ഞു. ആ ദാമ്പത്യം അങ്ങനെ അവസാനിച്ചു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ 5-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്.
എന്നാൽ ചരിത്രം അവസാനിക്കുന്നില്ല. ഇനിയും നമുക്ക് ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കാനുണ്ട്. ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്കറിയുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. എനിക്കറിയാം ഭൂരിഭാഗം ആളുകളും ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരുടെയും മറ്റും ചരിത്രങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കെങ്കിലും അല്ലെങ്കിൽ രണ്ടാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ, അത് മാത്രമല്ല നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതോടുകൂടി എനിക്ക് ഒരുപാട് അറിവിന്റെ ലോകങ്ങൾ അള്ളാഹു തുറന്നു തരുന്നുണ്ട്. അതും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്തിക്കുക. കാണാൻ സമയം കിട്ടുന്നവർ കാണട്ടെ. തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ 6ാം ഭാഗവുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം.